നമസ്കാരം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്കറിയാം, ഈ സിനിമകളുടെ റിലീസിനോട് അടുക്കുമ്പോൾ ആ സിനിമയുടെ പേരിൽ പല കാര്യങ്ങൾ വെച്ച് ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു നില വർദ്ധിക്കുകയാണ്. ഈ ഇടയ്ക്കാണ് പൊറോട്ട് നാടകവുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റേ വരികയും പിന്നീട് കോടതി അത് നിലനിൽക്കില്ല എന്ന് പറയും ചെയ്തു. അത് മറ്റൊരാളെടുത്ത് പറഞ്ഞ കഥയാണ്, ആ കഥ മോഷ്ടിക്കപ്പെട്ടു എന്നൊക്കെയാണ് എതിർകക്ഷി പോവുകയും, എന്നാൽ കോടതി കൃത്യമായിട്ടത് നിരീക്ഷണത്തിലെത്തുകയും അതിന് സ്റ്റേ ഇല്ല, ആ പേരിന് കുഴപ്പമില്ല, അതോടൊപ്പം കഥയ്ക്ക് കുഴപ്പമില്ല എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. ഇപ്പോൾ ഇതാ മോഹൻലാൽ നായകനായി ജിത്തു ജോസഫ്, നമുക്കറിയാം ഏറ്റവും നല്ല സംവിധായകൻ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ആന്റണി പെരുമാൾ നിർമ്മിക്കുന്ന സിനിമയ്ക്കെതിരെ ഇപ്പോൾ ഒരു സ്റ്റേയുമായിട്ട് വന്നിരിക്കുന്നു. ഇത് റിലീസിന് 2 ദിവസം മുമ്പ്, നാളെ റിലീസ് ചെയ്യാൻ പോകുന്നു, ഇന്നലെയാണ് കോടതിയിൽ സ്റ്റേയുമായി എത്തിയത്. ഈ സ്റ്റേ നൽകിയിരിക്കുന്ന ദീപക് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ദീപക് ഉണ്ണിയുടെ കഥ മോഷ്ടിച്ചു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം സ്റ്റേയുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഇപ്പോൾ ഇന്ന് കോടതി കൃത്യമായ ഒരു കാര്യം പറഞ്ഞു, സിനിമ റിലീസ് ചെയ്യും, സ്റ്റേ ഇല്ല എന്ന് കോടതി പറഞ്ഞു. നാളെ വാദം കേൾക്കും. കാരണം അത്തരം കാര്യം പറയാനുള്ള കാരണമുണ്ട്, എതിർകക്ഷിയുടെ വാദം കേൾക്കേണ്ട കാര്യമുണ്ട് കോടതിക്ക്. ആ വാദം കേൾക്കാൻ തന്നെയാണ് കോടതി ഒരുങ്ങുന്നത്. നാളെ സിനിമ റിലീസ് ചെയ്യും. നേര് സിനിമ നാളെ റിലീസിന് ഒരുങ്ങിയാണ്, നാളെ റിലീസ് ഉണ്ടാകും. കോടതി ഈ സ്റ്റേ നൽകിയിട്ടില്ല എന്ന കാര്യം കൂടെ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന 2-3 കാര്യങ്ങൾ അതിനകത്ത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദീപക് ഉണ്ണി പറയുന്നത് ഇപ്രകാരമാണ്. ദീപക് ഉണ്ണി പരാതി നൽകിയതിൽ കൂട്ടത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: താൻ ഈ കഥയുമായി ബന്ധപ്പെട്ട് ജിത്തു ജോസഫിനെ സമീപിച്ചിരുന്നു. ജിത്തു ജോസഫിന്റെ വീട്ടിൽ വെച്ച് ഈ കഥ പറയുകയും പിന്നീട് ജിത്തു ജോസഫും ഇതിന്റെ ജിത്തു ജോസഫിനോടൊപ്പം ചേർന്ന തിരകഥാകൃത്തായ അഡ്വക്കേറ്റുമായി ഒരു ഹോട്ടലിൽ വെച്ച് കഥ പറയും. അന്ന് 49 പേജ് അടങ്ങുന്ന കഥാതന്തു വാങ്ങിയ ശേഷം തന്നെ ഇതിൽ നിന്നും ഒഴിവാക്കിയെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ആളൂരാണ് ഹാജരായ എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇന്ന് കോടതി ഈ കാര്യങ്ങളെല്ലാം വിലയിരുത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് സ്റ്റേ ഇല്ല എന്ന് പറയുന്നു. കോടതി ഒരു കോർട്ട് റൂമിൽ കൃത്യമായി നടക്കുന്ന വാദപ്രതിവാദങ്ങളാണ് ഈ കഥയെന്ന് നേരത്തെ തന്നെ ജിത്തു ജോസഫും മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 19-ാം പേജ് മുതൽ ബാക്കി ഇങ്ങോട്ട് ആ സിനിമയുടെ ഉള്ളടക്കം, അദ്ദേഹത്തിൻ്റെ കഥയുടെ ഉള്ളടക്കം കൃത്യമായി തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയതിൻ്റെ കോപ്പിയാണ് മൂവി വേൾഡ് മീഡിയയ്ക്ക് ലഭിച്ചത്. അതിൽ പറയുന്ന നായകൻ ഫഹദ് ഫാസിലാണ്, അതോടൊപ്പം തന്നെ ഐശ്വര്യലക്ഷ്മിയുണ്ട്, നിമിഷ സജയനുണ്ട്. ഇവരെ 3 പേരെയും കഥാപാത്രമാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സബ്ജക്റ്റ് ഇദ്ദേഹം പ്ലാൻ ചെയ്തിരുന്നു. ആ സബ്ജക്റ്റ് ആരൊക്കെയാണ്, എന്തൊക്കെ കഥാപാത്രമാണെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം അതിനകത്ത് കൃത്യമായി നോട്ട് ചെയ്തും പോകുന്നുണ്ട്. അത് അഡ്വക്കേറ്റായിട്ട് ഒരാൾ, ജഡ്ജിയായിട്ട് മല്ലിക എന്നിവർ കഥാപാത്രത്തിൻ്റെ പേര് വെച്ചാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആ കഥയുടെ ഒരു ഉള്ളടക്കം നമുക്ക് നാളെ എന്തായാലും നേര് സിനിമ നമ്മൾ കാണണം. അദ്ദേഹം ഈ കോടതി നൽകിയ കഥയുടെ ഉള്ളടക്കം ഒന്ന് ഞാൻ പരിശോധിച്ചു. ഇത്രയും പേജിൽ നിന്നും പരിശോധിച്ചു എനിക്ക് കിട്ടിയ ഒരു ഉള്ളടക്കം, ഈ സിനിമ കഥ അത് കോടതിയിൽ നൽകിയത് കൊണ്ട് മാത്രമാണ് ആ കഥ ഞാനിപ്പോൾ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകർ കൃത്യമായിട്ട് ഈ കഥ ഇതാണ്, ഇത് തന്നെയാണ് നേരിലുള്ളതെന്നാണ് നമുക്ക് കാണേണ്ടത്. ആ കഥ ഇപ്രകാരമാണ്. അഭിഭാഷകയായ മല്ലിക, മകൾ നിത്യ, മല്ലികയുടെ ഭർത്താവിൻ്റെ മരണശേഷം ഒരു ആൺകുട്ടിയെ ദത്തെടുക്കുന്നു. അബി എന്നാണ് പേര്. ചെറുപ്പത്തിൽ തന്നെ അമ്മയുടെ കേസുകളും മറ്റും വായിച്ച് കൃത്യമായി നിരീക്ഷണങ്ങൾ നടത്തുന്ന മിടുക്കനായ ഒരു കുട്ടി. വളരെ സങ്കീർണമായ ഒരു കേസിൽ അബിയുടെ നിരീക്ഷണങ്ങൾ കാരണം മല്ലിക വിജയിക്കുന്നു. മല്ലികയ്ക്ക് അബിയോടുള്ള അമിതമായ സ്നേഹം നിത്യയിൽ അസൂയ ഉണ്ടാക്കുന്നു. ഇതാണ് ഈ കഥ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കഥയുടെ ഉള്ളടക്കം. ആ റൂട്ട് അങ്ങനെയാണ് കഥയ്ക്ക് ആ റൂട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതിൻ്റെ ഉള്ളടക്കത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത് മറ്റൊരു ഘട്ടമായിട്ട് കാണുന്നു. 2 കാലഘട്ടമായിട്ടാണ് ഈ സിനിമ കാണിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കഥയിൽ പറയുന്നത്. പിന്നീട് കാണുന്നത് വീൽ ചെയറിൽ ഇരിക്കുന്ന നിത്യയാണ്. അബിയുടെ ഒരുപാട് നിഗൂഢതകളും കഥയിൽ കാണിക്കുന്നുണ്ട്. ഈ നിത്യ എന്ന് ഇവർ പറയുന്ന കഥാപാത്രം നിമിഷ സജയനെയാണ് ഈ കഥാപാത്രമായിട്ട് അദ്ദേഹം അന്ന് ആ കഥയിലേക്ക് വെച്ചിരുന്നത്. അഭിഭാഷകയായ മല്ലിക ജഡ്ജിയാകുന്നു. ആദ്യം വാദിക്കാൻ വന്ന അഭിഭാഷക മല്ലിക എന്ന ക്യാരക്ടർ ജഡ്ജിയായി ഈ കോർട്ട് റൂമിലുണ്ട്. അബി തൻ്റെ ജൂനിയറായ വിദ്യ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ജോലി സംബന്ധമായ പല തർക്കങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്നു. അങ്ങനെ അവർക്കൊരു പെൺകുഞ്ഞ് പിറക്കുന്നു. പേര് അനു എന്നാണ് ആ പെൺകുട്ടിക്ക് പേരിട്ടിരിക്കുന്നത്. ഇവർ തമ്മിലും ജോലി സംബന്ധമായ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു. എടുത്തു തന്നെ ആ കഥയിൽ പറയുന്നു, ഇവർക്കിടയിൽ ജോലി സംബന്ധമായ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. ഇതിനിടയിൽ കുഞ്ഞുണ്ടാകുന്നു. അവിടെ നിന്നാണ് ഈ കഥയ്ക്കൊരു മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ കഥയിൽ പറഞ്ഞത്, ഈ ദീപക്കുണ്ണിയുടെ കഥയിൽ പറയുന്നത്. ഇവർക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ മൂലം വിദ്യ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നു. ആ അഭിഭാഷക എന്ന നിലയിലേക്ക് പുതിയ സ്ഥാപനവുമായി മുന്നോട്ട് പോകും. ഈ കഥയിൽ കൃത്യമായിട്ട് ഇദ്ദേഹം പറയുന്നതാണ് ഞാൻ ഈ പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്.
ഇതിനിടയിലാണ് ഒരു സംഭവം അരങ്ങേറുന്നത്. ഈ കഥയിൽ അദ്ദേഹത്തിൻ്റെ ദീപക്കുണ്ണിയുടെ കഥയിൽ ഇതിനിടയിൽ ഒരു സംഭവം അരങ്ങേറുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ടാണ് കോർട്ട് റൂമിൽ വലിയ വാദപ്രതിവാദം നടക്കുന്നത്. ആ സംഭവം ഇപ്രകാരമാണ്. ഇതിനിടയിലാണ് ഈ സിനിമയെ മാറ്റിമറിക്കുന്ന നിലയിൽ ഒരു സംഭവം ഉണ്ടാകുന്നത്. ദീപക്കുണ്ണിയുടെ സിനിമയുടെ കഥയാണ് ഞാൻ പറയുന്നത്. കോടതിയിൽ കൊടുത്തതായതുകൊണ്ടാണ് ഈ കഥ ഞാൻ പറയുന്നത്. പബ്ലിക്കാണ് ഈ കഥ. അദ്ദേഹം പറയുന്ന കഥയുടെ ഉള്ളടക്കത്തിൽ നിന്നും നമുക്ക് വലിയൊരു വഴിത്തിരിവുണ്ടാവുന്നു. ഈ പറയുന്നത് പോലെ വിദ്യയുടെയും അഭിയുടെയും മകളായ 4 വയസ്സുള്ള അനു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നു. ഇതാണ് ഈ കഥയിലെ ഏറ്റവും നിർണായകമായൊരു സംഭവമായിട്ട് ദീപക്കുണ്ണി കാണിക്കുന്നത്. ഇവിടെയാണ് കോർട്ടിലെ വലിയ വാദപ്രതിവാദം നടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അനു വീട്ടിൽ വെച്ചാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്നത്. വിദ്യ തൻ്റെ ഭർത്താവിൻ്റെ കുറ്റക്കാരനെന്ന് ആരോപിക്കുന്നു. വിദ്യ ഭർത്താവാണ് കുറ്റക്കാരനെന്ന് ആരോപിക്കുന്നു. മകളുടെ മൃതദേഹത്തിന് അടുത്തിരുന്ന് പൊട്ടിക്കരയുന്ന അബിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും കാണാം. ഇതാണ് സിനിമയുടെ ഉള്ളടക്കം. അത് വലിയൊരു ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു സംഭവമാണ്. ആളുകളുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു ഫീലായ ഒരു മുഹൂർത്തമാണ് ആ സിനിമയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. കേസ് കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ ഉള്ള സംഭവമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സ്വന്തം മകളുടെ കൊലപാതകത്തിൻ്റെ കേസ് വാദിക്കുന്ന സ്വന്തം അമ്മയാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അച്ഛൻ. അവിടെയും തീരുന്നില്ല ഈ കഥ. ആ കഥ എത്തുന്ന കേസിൻ്റെ വിധി കേൾക്കുന്നത് മുത്തശ്ശി മല്ലിക എന്ന് പറഞ്ഞ കഥാപാത്രം. ഇങ്ങനെയാണ് ഈ ദീപക്കുണ്ണിയുടെ കഥ. എന്നാൽ ഈ കഥയുമായി ബന്ധപ്പെട്ട് നേരെന്ന സിനിമയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാളെ റിലീസ് ചെയ്യുമ്പോൾ നേരായ വഴിക്കാണോ പോയത്, നേര് എന്ന കഥ മോഷ്ടിക്കപ്പെട്ട കഥയാണെന്ന് പ്രേക്ഷകരാണ് ഇനി വിധി എഴുതേണ്ടത്. ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത് നിങ്ങൾ പറയുമായിരിക്കും, ഒരു സിനിമയുടെ ക്ലൈമാക്സ് ഉൾപ്പെടെ പറഞ്ഞു, സിനിമയുടെ കഥ ഉൾപ്പെടെ പറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇത് പബ്ലിക്കാണ്, ഇത് ഹർജിയാണ്. കോടതി കൊടുത്ത ഹർജിയുടെ കോപ്പി എനിക്ക് ലഭിച്ചപ്പോൾ ആ കഥ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ആ കഥയുടെ ഉള്ളടക്കമാണ് പറഞ്ഞത്. നമ്മൾ ഇത്രയും പേജിൽ ഒരേ കഥാപാത്രത്തെ വെച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. വീൽ ചെയറിൽ വരുന്നു, അവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന സീൻ, ആ പോലീസ് വരുന്നു, പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു. ഇവർ പൊട്ടിക്കരയുന്നു. ഒരേ സീനായിട്ട് തന്നെ അദ്ദേഹമാണ് കോടതി കൊടുത്തത്. അതുകൊണ്ടാണ് ഈ കഥയുടെ ഉള്ളടക്കം എനിക്ക് കിട്ടിയ ഉള്ളടക്കം ഇത്രയുമാണ് എനിക്ക് മനസ്സിലായത്. ഇനിയാണ് ഈ നാളെ 21-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പോയി സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ജിത്തു ജോസഫും ഇത് മോഷ്ടിച്ചതാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. നേരായ വഴിക്ക് തന്നെ ഉണ്ടാക്കിയ സിനിമയാണെങ്കിൽ നേരിനൊരു വിജയമുണ്ടാകും. ഇനി തിയേറ്ററിൽ പോയി പ്രേക്ഷകർ വിധി എഴുതേണ്ടതാണ്.